ഈ സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നറിയോ? ഞാനെല്ലാം പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോണം. പരിപ്പ്, മഞ്ഞപ്പൊടി, കായം, വാളൻപുളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അമരയ്ക്ക, പച്ചക്കായ, മുരിങ്ങക്കായ. വാസന്തേച്ചി, ഒന്ന് നിർത്തി പറ. എന്റെ ഹരിതേ, ഇത് ഞാൻ നിന്നെ ഒന്ന് വെറുതെ വരട്ടിയതല്ലേ. നമുക്കേ ഓരോന്നായിട്ട് ചെയ്യാം. പിന്നെ ഈ പാചകം ചെയ്യാൻ ബെസ്റ്റ് ആളാണെന്നറിയോ? ഹരിതയുടെ അമ്മായിയമ്മ ചന്ദ്രികാമ്മ. അമ്മ ഇവിടെ സാമ്പാർ വയ്ക്കുമ്പോഴേ 10-20 കിലോമീറ്റർ ദൂരെയുള്ള എന്റെ വീട്ടിൽ വരെ മണം ഒഴിക്കും. അതാണ് പാചകം. അയ്യോ, അതിന്റെ അർത്ഥമേ എന്റെ മൂത്ത നാത്തൂൻ സുചിത്ര പാചകത്തിന് മോശമാണെന്നല്ല കേട്ടോ. അല്ല, വസന്തേച്ചി പോവാൻ തുടങ്ങാണോ? പോവാൻ തുടങ്ങണെന്നോ? എവിടെ? വസന്തേച്ചി വീട്ടിലേക്ക് പോവാൻ നിക്ക. ഇത്ര പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നുള്ള തീരുമാനമല്ല ഹരിതേ, പോയേ പറ്റൂ. സതീഷ് ചേട്ടൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, ഇന്നെത്തും. അതിനു മുൻപ് എനിക്കങ്ങെത്തണം. ഓട്ടോയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങെത്തുന്നതിന് മുമ്പ് ഞാൻ ഹരിതയ്ക്ക് കുറച്ച് പാചകം പഠിപ്പിച്ചു കൊടുക്കാം. ചേച്ചി ഉള്ളപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു മോളെ, ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാ. ചിലപ്പോ ഓരോന്നോർക്കുമ്പോ സങ്കടം വരും. എത്ര നാളാ നിങ്ങളോടൊക്കെ വഴക്കടിച്ചും തല്ലുകൂടിയും ഞാൻ കളഞ്ഞത്. സ്നേഹത്തെക്കാൾ വലുത് ഈ ലോകത്തൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. വസന്തേച്ചി, നിങ്ങളെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കരയിക്കല്ലേ. കരഞ്ഞു പോയാ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വരും, വന്ന് വഴക്കും വക്കാണോ ഒക്കെ ഇനി ഉണ്ടാക്കും. ചേച്ചി, നാത്തു ഞാൻ വിളിക്കരുത് വെച്ചേ. ഇവിടെ ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. പാചകം ചെയ്യാനും അറിയില്ല, ഒരു വീട് എങ്ങനെ വൃത്തിയാക്കിയിടാനും അറിയില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യര്?